എനിക്കെതിരെ വ്യാജ പരാതിയുമായി റിനി മുഖ്യമന്ത്രിക്കും പോലീസ് കമ്മീഷണർക്കും റൂറൽ എസ് പിക്കും DGPക്കും ഒക്കെ പരാതി കൊടുത്തു എന്ന് മാധ്യമങ്ങൾ പറയും. ഞാൻ സർവാത്മനാ സ്വാഗതം ചെയ്യും. ഈ വ്യാജ പരാതിയെ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് മാത്രമല്ല, റിനിക്കെതിരെ പരാതി കൊടുക്കുകയും ആ പരാതി അതിശക്തമായി ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും. ഞാൻ ഓൾറെഡി എന്റെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിനോട് അടക്കം കോസിംഗ് അനോയൻസ് ബൈ ഫയലിംഗ് ഫോൾസ് കംപ്ലയിന്റ്, വ്യാജ പരാതികൾ കൊണ്ട് അനോയൻസ് ഉണ്ടാക്കുക, ക്രിമിനൽ ഇന്റിമിഡേഷൻ കൊണ്ടുവരിക, വ്യാജമായി പരാതി കൊടുക്കുക എന്ന വകുപ്പുകൾ ഇൻവോക്ക് ചെയ്തുകൊണ്ട് റിനിക്കെതിരെ പരാതി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റിനി, ഈ പരാതികളുടെ ശക്തി എന്നാണ് അറിയും. ഈ തീവ്ര ഫെമിനാസികൾ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്ന പാവാട ആണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമസ്കാരം. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പേര് പറയാതെ ആരോപണമുയർത്തിയ യുവനടിയും മുൻ മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജിനെതിരെ പരാതി നൽകി രാഹുൽ ഈശ്വർ. തനിക്കെതിരെ പോലീസിൽ വ്യാജ പരാതി നൽകി അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന്റെ പരാതി. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്കാണ് പരാതി നൽകിയത്. ബഹുമാനത്തോടെയാണ് താൻ റിനിയോട് പെരുമാറിയത് എന്ന് രാഹുൽ പരാതിയിൽ പറയുന്നു. സാമൂഹ്യ വിമർശകനായ തന്നെ വലയ്ക്കുകയാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവുണ്ടോ എന്നാണ് താൻ ഉന്നയിച്ച ചോദ്യമെന്നും രാഹുൽ പരാതിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരുവിധ പരാതിയും തന്നെ ഇല്ല എന്ന് റിനി പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നും രാഹുൽ ഈശ്വർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച മറുപടി ഒന്ന് കണ്ടു നോക്കാം. എനിക്കെതിരെ വ്യാജ പരാതിയുമായി റിനി മുഖ്യമന്ത്രിക്കും പോലീസ് കമ്മീഷണർക്കും റൂറൽ എസ് പിക്കും DGPക്കും ഒക്കെ പരാതി കൊടുത്തു എന്ന് മാധ്യമങ്ങൾ പറയും. ഞാൻ സർവാത്മനാ സ്വാഗതം ചെയ്യും. ഈ വ്യാജ പരാതിയെ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് മാത്രമല്ല, റിനിക്കെതിരെ പരാതി കൊടുക്കുകയും ആ പരാതി അതിശക്തമായി ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും. ഞാൻ ഓൾറെഡി എന്റെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിനോട് അടക്കം കോസിംഗ് അനോയൻസ് ബൈ ഫയലിംഗ് ഫോൾസ് കംപ്ലയിന്റ്, വ്യാജ പരാതികൾ കൊണ്ട് അനോയൻസ് ഉണ്ടാക്കുക, ക്രിമിനൽ ഇന്റിമിഡേഷൻ കൊണ്ടുവരിക, വ്യാജമായി പരാതി കൊടുക്കുക എന്ന വകുപ്പുകൾ ഇൻവോക്ക് ചെയ്തുകൊണ്ട് റിനിക്കെതിരെ പരാതി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റിനി, ഈ പരാതികളുടെ ശക്തി എന്നാണ് അറിയും. ഈ തീവ്ര ഫെമിനാസികൾ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്ന പാവാട ആണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിശക്തമായി റിനിക്കെതിരെ പോരാട്ടം ഉണ്ടാകും. റിനി അതിന്റെ ലീഗൽ കോൺസിക്വൻസ് അനുഭവിപ്പിക്കും. അത് റിനി ഉറപ്പിച്ചെടുത്തോളും. എന്തായാലും ആ വാർത്ത ഒന്ന് നോക്കാം. ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവനടി റിനി ജോർജ് രാഹുൽ ഈശ്വറിനെതിരെ അടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളും പരാതിക്കൊപ്പമുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് PS വിമൽ ചേരിയാണ്. വിമൽ, പരാതിയുടെ ഉള്ളടക്കം എന്താണ്? സൗദി രാഹുൽ ഈശ്വറിനെതിരായ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നത് റിനി ആൻ ജോർജിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുന്ന സാഹചര്യം വരെ ഉണ്ടായത്. ഇതിനുശേഷം രൂക്ഷമായ സൈബർ ആക്രമണം താൻ നേരിടുന്നുവെന്നാണ് റിനി ആൻ ജോർജിന്റെ പരാതിയിൽ പറയുന്നത്. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ പ്രതികരിക്കുകയാണ്. നീതിക്കായി, ന്യായത്തിനായി, രാഹുൽ മാങ്കൂട്ടത്തിനായി, വ്യാജ പരാതികൾക്കെതിരെ, തീവ്ര ഫെമിനാസിസത്തിനെതിരെ കേരള ജനം പ്രതികരിക്കുമ്പോൾ മാന്യമായിട്ട് പ്രതികരിക്കണം. അസഭ്യം പറയരുത്, ആഭാസം പറയരുത്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. റിനി എന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. റിനി എത്രയോ വൃത്തികെട്ട രീതിയിൽ വസ്ത്രം ധരിച്ച് എത്രയോ പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ എന്റെ തംബ്നെയിലായിട്ടോ ഫോട്ടോയിലോ യൂസ് ചെയ്തിട്ടില്ലല്ലോ. റിനി ഏറ്റവും മാന്യമായി നിൽക്കുന്ന രീതിയിലുള്ള ഡ്രസ്സും റിനിയുടെ ഏറ്റവും നല്ല കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോകളും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. ഈ ബഹുമാനം റിനിക്ക് സ്വന്തമായിട്ട് കാണില്ല, ബാക്കി സ്ത്രീകളോട് കാണില്ല. പക്ഷെ എനിക്ക് സ്ത്രീകളോട് ബഹുമാനം ഉള്ളതുകൊണ്ടും അവർ വെൽ റെപ്രസെന്റഡ് ആകണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. പല ഓൺലൈൻ ചാനലുകളും വളരെ മോശമായ രീതിയിലാണ് തന്നെ ചിത്രീകരിക്കുന്നത്. ഒപ്പം തന്നെ താൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളടക്കം അതെല്ലാം ഓൺലൈനിലുണ്ട്. ഇതിന്റെ താഴെയൊക്കെ സഭ്യമല്ലാത്ത രീതിയിലുള്ള കമന്റുകളും വരുന്നു. അത് നമ്മൾ ചില ആളുകൾ അങ്ങനെ സഭ്യമല്ലാത്ത രീതിയിലുള്ള കമന്റുകളുണ്ട്. അത് ഒരു കാരണവശാലും പാടില്ല. ഒരു സ്ത്രീയെ നമ്മൾ അതിശക്തമായി വിമർശിക്കുമ്പോൾ, എതിർക്കുമ്പോൾ അവരുടെ നിലപാടിനെയാണ് വിമർശിക്കേണ്ടത്. ഈ സ്ലട്ട് ഷെയ്മിങ് ഒരു കാരണവശാലും ശരിയല്ല. ആ ഒരു കാര്യം ഫെമിനിസ്റ്റുകൾ പറയുന്നത് കറക്റ്റാണ്. അതായത് ഫെമിനിസ്റ്റുകളോട് 100 കാര്യത്തിൽ യോജിപ്പുണ്ട്. പക്ഷേ ഒരു സ്ത്രീയെ ഈ സ്ലട്ട് ഷെയ്മിങ് എന്ന് പറയുന്ന കാര്യം ഒരു കാരണവശാലും ചെയ്യരുത്. അവരുടെ നിലപാട് തെറ്റാണ്, അവരുടെ സമീപനം തെറ്റാണ്, അതൊക്കെ നമുക്ക് പറയാം. പക്ഷേ സ്ലട്ട് ഷെയ്മിങ് പാടില്ല. ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പ്രധാനമായും റിനി ആൻ ജോർജ് ആവശ്യപ്പെടുന്നത്. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെയാണ് ഈ പരാതി. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അപകീർത്തികരമായ വാർത്തകൾ വലിയൊരു ബഹുമതിയാണ് എനിക്കത്. താങ്ക് യു സോ മച്ച്. സലീം കുമാറിന്റെ ആ ടോണിൽ കേൾക്കുക. പുറത്തുവിട്ടിട്ടുള്ള ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളടക്കം ഈ പരാതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് എന്തായാലും മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, ആലുവ റൂറൽ SP ഒപ്പം സൈബർ പോലീസ്, മുനമ്പം DYSP എന്നിവർക്കാണ് റിനി ആൻ ജോർജ് കൊടുക്കുമ്പോൾ ഒരു ഗുമ്മിന് CBIക്കും NIAക്കും ഇന്റർപോളിനും കൂടെ കൊടുക്കായിരുന്നു. ഇരിക്കട്ടെ, കൊടുക്കുമ്പോഴേ ഈ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ പരാതി കൊടുക്കുമ്പോൾ ഒരു ഗുമ്മ ഇരിക്കട്ടെ. ഇന്റർപോൾ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഗുമ്മുണ്ടല്ലോ. ഇറക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള നടപടികൾ, അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾക്കെതിരെ, സൈബർ ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര ഇടപെടലാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം FIR രജിസ്റ്റർ ചെയ്ത് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നും റിനിയുടെ പരാതിയിൽ ആവശ്യപ്പെടുന്നു.
റിനി അതിശക്തമായ ഇതിന് തിരിച്ചടി ഉണ്ടാകും. റിനി എന്നെ കൂടെ ഈ കേസിൽ ഉൾപ്പെടുത്തിയതിന് ഞാൻ റിനിയോട് വളരെ താഴ്മയോടുകൂടി നന്ദി പറയുന്നു. നിങ്ങളെ പോലുള്ള തീവ്ര ഫെമിനാസികൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിശക്തമായ അതിനെതിരെ എന്നും സ്വരം ഉണ്ടാവും. മുഖ്യമന്ത്രിയല്ല, ആർക്കെതിരെ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ആരുടെ സമക്ഷം കംപ്ലൈന്റ് കൊടുത്താലും അതിശക്തമായി റിനിയെ വിമർശിക്കും. റിനി ഓർക്കണം, റിനി മദർ തെരേസയൊന്നും അല്ലല്ലോ വിമർശനത്തിന് അതീതയാകാൻ. അങ്ങനെ അഭിപ്രായം എനിക്ക് പോലും റിനിയെ കുറിച്ച് കാണുന്നല്ലോ. അപ്പോ റിനി ആകട്ടെ അവന്തികയാകട്ടെ ഈ പച്ചക്കള്ളം പറയുന്നവരെ പൊളിച്ചെടുക്കാൻ ഞാൻ എന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അടക്കം വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വറിനെതിരെ പരാതി എന്നുള്ളത്. റിനി നിയമ നടപടി നേരിട്ട് തുടങ്ങാൻ പോണേ ഉള്ളൂ. ഞാനും തുടങ്ങിയിട്ടുണ്ട്, എന്റെ അഡ്വക്കേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. റിനി രാഹുൽ മാങ്കൂട്ടത്തിനെ മെനക്കെടുത്തിയതുപോലെ ഒരുപാട് പുരുഷന്മാരെ ഈ വ്യാജ പരാതികളിൽ വേട്ടയാടാൻ നോക്കുന്നത് പോലെ റിനിക്ക് മനസ്സിലാകും ലീഗലി മെനക്കെടുത്ത് എന്താ. ഞാൻ ആ സെക്ഷൻസ് ഇപ്പോഴേ നോക്കി വെച്ചിട്ടുണ്ട്. കോസിംഗ് അനോയൻസ് ബൈ ഫയലിംഗ് ഫോൾസ് കംപ്ലൈന്റ്. ഇത്തരം വ്യാജ പരാതികൾ കൊണ്ട് അനോയൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ അതിശക്തമായി പോകും. ഒന്ന് ഞാൻ വാദിക്കും, ഞാൻ അഡ്വക്കേറ്റ് ആണ്, ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റിനെ കൊണ്ട് വാദിപ്പിക്കും, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ലോയേഴ്സിനെ കൊണ്ട് വാദിപ്പിക്കും. തീവ്ര ഫെമിനാസികളുടെ കട പൂട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോവുള്ളൂ. ഈ തീവ്ര ഫെമിനാസികളുടെ തീവ്ര ഫെമിനിസ്റ്റുകളുടെ കട പൂട്ടി അവരുടെ പരിപാടികൾ അവസാനിപ്പിച്ച് അവരെ കെട്ടിച്ചിട്ടേ ഇതിൽ നിന്ന് തിരിച്ചിറങ്ങുള്ളൂ. ആ അവസരം തന്നതിന് താങ്കളോട് വളരെയധികം നന്ദി പറയുന്നു. ജയ് ഹിന്ദ്.